തൗസൻഡ് ബേബീസ് ഒരു മലയാള വെബ് സീരീസാണ്. സാറ ഒരു റിട്ടയർഡ് നേഴ്സാണ്. പ്രായമായി അവർ മകൻ്റെ കൂടെ താമസിക്കുന്നത്. ഒരു ദിവസം രാത്രി മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവരൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ട്രൂത്ത് അവനോട് വെളിപ്പെടുത്തുകയാണ്. ഒരു വർഷങ്ങളോളം മാറ്റേണിറ്റി വാർഡിലാണ് ജോലി നോക്കിയിരുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഒരേ ദിവസം പ്രസവിക്കുകയാണെങ്കിൽ അവർ ചെയ്തിരുന്ന കുട്ടികളെ അവർ സ്റ്റാപ്പ് ചെയ്യും, മാറ്റിവെക്കും. അങ്ങനെ 1000-ഓളം കുട്ടികളെയാണ് അവർ മാറ്റിവെച്ചിട്ടുള്ളത്. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മകന് മനസ്സിലാവുന്നു അവൻ അവരുടെ സ്വന്തം കുഞ്ഞല്ല. അവനവരെ അടിച്ചിട്ടിട്ട് ഡയറി കൊണ്ട് പോയി കളയാണ്. അവൻ ആദ്യം ചെയ്തത് അവൻ്റെ യഥാർത്ഥ പാരൻസിൻ്റെ അടുത്തിട്ട് പോവാണ്. അവൻ മനസ്സിലാക്കുന്നു കോളേജിലെ പ്രൊഫസേഴ്സായിരുന്നു അവൻ്റെ അപ്പനും അമ്മയും. അവന് നഷ്ടപ്പെട്ടൊരു സൗഭാഗ്യമാണ്. ഇപ്പോൾ അത് അനുഭവിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, മകളാണ്. അവളാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റാണ്. അവൾ അപ്പൻ്റെ അമ്മയുടെയും തീരാ വേദനയാണ്, സങ്കടമാണ്. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരാണ്. കാരണം അവൾക്ക് അത്ര നല്ലൊരു സാഹചര്യം കിട്ടിയിട്ട് അവളെ നശിപ്പിച്ചല്ലോ. അവളെ കൊന്നുകളയാണ്. പിന്നീട് അവൻ ചെയ്യുന്നത് ഈ ഡയറിയിലെ അഡ്രസ്സുകൾ ഓരോന്നെടുത്തിട്ട് ആ കുട്ടികളൊക്കെ അവർക്ക് കിട്ടിയ അവസരം അനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ജീവിക്കാത്തവരെ അവൻ കൊന്നുകളയാണ്. ഇതൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്, കഥയാണ്. കുറേ കൂടി വലിയ ക്യാൻവാസിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ജീൻസാണ് നമുക്കുള്ളത്. ദൈവം നമ്മോടിങ്ങനെ പറയുമോ, എടാ നിനക്ക് തന്നിട്ടുള്ള സാഹചര്യം അനുസരിച്ച് നീ ജീവിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ തീർത്ത് കളയാണ്. ദൈവം ഒരിക്കലും അങ്ങനെ നമ്മോട് പറയുന്നില്ല. ഇത് ഗോസ്പൽ പറയുന്ന പോലെ ദൈവം നമ്മളെ വിധിക്കുന്നില്ല, ദൈവം നമ്മളെ കുറ്റാരോപിക്കുന്നില്ല. ദൈവം നമ്മളോട് നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഗാഡ് ഈസ് മെർസിഫുൾ. കരുണ നിറഞ്ഞവനാണ് അവൻ. അമർത്തി കുലുക്കി നിറച്ചളന്നവൻ നമ്മുടെ മടിയിലിട്ട് തരും. അതാണ് ദൈവത്തിൻ്റെ അളവെന്ന് പറയാം. ഗോസ്പൽ നമ്മോട് പറയുന്നത്, നിങ്ങൾ അപ്പൻ എങ്ങനെയാണ് മേഴ്സിഫുള്ളായിട്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ മേഴ്സിഫുള്ളാവണം. ദൈവം ഉപയോഗിക്കുന്ന മെഷറുണ്ടല്ലോ, അളവുണ്ടല്ലോ, അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ വിധിക്കാൻ പറ്റുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാൻ പറ്റുക, മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുക? ബി മേഴ്സിഫുൾ.